ഇന്ത്യയുടെ വീരനായകന്മാർക്ക് വിട. MiG-21 ഇന്ന് അന്തിമ സല്യൂട്ട് അർപ്പിക്കൽ. സിറ്റി ബ്യൂട്ടിഫുൾ ചണ്ഡീഗഡിലെ അവിസ്മരണീയവും വൈകാരികവുമായി മാറുന്ന സംഗമം ഇന്നാണ്. 1963 കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത MiG-21 ഇന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിക്കുകയാണ്. ഇന്ത്യക്കായി ഒരുപാട് പോരാടി ശത്രു വിമാനങ്ങളെ വീഴ്ത്തിയ MiG-21 എക്കാലത്തും രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ MiG-21 അന്തിമ സല്യൂട്ട് നൽകുമ്പോൾ ചണ്ഡീഗഡിലെ ആകാശം മുഴങ്ങും. MiG-21 വിമാനത്തിന്റെ വിരമിക്കൽ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. MiG-21 വിട പറയൽ നേരുന്നതിനുള്ള അവസാന ദൗത്യത്തിൽ എയർ ചീഫ് മാർഷൽ നേരിട്ട് പങ്കെടുക്കും. MiG-21 ഈ വിടവാങ്ങൽ വ്യോമസേനയുടെ മഹത്തായ ചരിത്രത്തിലെ ഒരു വൈകാരിക അധ്യായമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അതിൻ്റെ വീര്യവും സേവനവും എപ്പോഴും ഓർമ്മിക്കപ്പെടും. 1963 തന്നെ ഇന്ത്യൻ വ്യോമസേനയിൽ MiG-21 ഉൾപ്പെട്ടിരുന്നു. രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 1963 ചണ്ഡീഗഡിൽ ആദ്യത്തെ MiG-21 സ്ക്വാഡ്രൺ സ്ഥാപിതമായി. തുടക്കത്തിൽ 3 ടെൻറ്റുകളിലായാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. വ്യോമസേനയെ ചേർന്നതിന് ശേഷം ഈ യുദ്ധവിമാനം പല മേഖലകളിലും ഇന്ത്യയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചു. വളരെ കാലം ഈ വിമാനം വ്യോമശക്തിയുടെ പ്രതീകമായി തുടർന്നു. ആകാശത്ത് അതിൻ്റെ ഗർജനം രാജ്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ പ്രതിധ്വനിപ്പിച്ചു. നിരവധി സിനിമകളിലും ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. MiG-21 വിമാനവുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ കഥകൾ ഉണ്ട്. ഈ അവസരത്തിൽ MiG-21 പൈലറ്റുമാരായി പ്രവർത്തിച്ചവർ വൈകാരിക നിമിഷങ്ങൾ പങ്കുവച്ചു. വ്യോമസേന സ്റ്റേഷനിൽ നടക്കുന്ന വിടവാങ്ങൽ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായിരിക്കും. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി, എല്ലാ IAF കമാൻഡുകളുടെയും എയർ ഓഫീസർ, കമാൻഡിംഗ് ഇൻ ചീഫ്, മറ്റു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യവും ഇതിൽ ഉൾപ്പെടുന്നു. 1965, 1971 യുദ്ധങ്ങൾ, 1999 കാർഗിൽ സംഘർഷം, 2019 ബാലാക്കോട്ട് വ്യോമാക്രമണം തുടങ്ങിയ സുപ്രധാന പ്രവർത്തനങ്ങളിൽ MiG-21 പങ്കെടുത്തു. ബാലാക്കോട്ടിൽ ഒരു F-16 വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് നമ്മുടെ MiG-21. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരുടെ പരിശീലനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ വിമാനം. വിരമിക്കൽ ചടങ്ങിൽ ബാദൽ, പാന്തർ എന്നിങ്ങനെ പേരുകളുള്ള 2 ഫ്ലൈ പാസ് ഫോർമേഷനുകളുടെ അന്തിമ പറക്കലുണ്ടായിരിക്കും. MiG-21 പകരമായി ഇന്ത്യ ഇനി ഉൾപ്പെടുത്താൻ പോകുന്നത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് LCA തേജസ് ആയിരിക്കും. എയർ ചീഫ് മാർഷൽ AP സിംഗ് ബാദൽ 3 എന്ന കോൾ ചിഹ്നത്തോടെ സ്ക്വാഡ്രണിൻ്റെ അവസാന പറക്കൽ നടത്തും. ബുധനാഴ്ച നടന്ന മുഴുവൻ ഡ്രസ് റിഹേഴ്സലിലും പങ്കെടുത്ത ശേഷം ആചാരപരമായ MiG-21 ഫ്ലൈ പാസിൽ പങ്കെടുക്കുന്ന പൈലറ്റുമാരിൽ സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയും ഉൾപ്പെടും. വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന 23-ാം നമ്പർ സ്ക്വാഡ്രണിലെ 6 ജെറ്റുകൾ ലാൻഡ് ചെയ്യുമ്പോൾ വാട്ടർ പീരങ്കി സല്യൂട്ട് സ്വീകരിക്കും. ഈ ചരിത്ര നിമിഷത്തിൽ പ്രിയ ശർമ്മ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. MiG-21 വിടവാങ്ങൽ ഇന്ത്യൻ വ്യോമസേനയുടെ മഹത്തായ ചരിത്രത്തിലെ ഒരു വൈകാരിക അധ്യായമാണെന്നും അതിൻ്റെ വീര്യവും സേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു.